ഈ പരിപാടിയിൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ബുദ്ധിജീവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ 50-ാം വാർഷിക വേളയിൽ ഇവിടെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 2-3 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ബന്ധങ്ങൾ, കുറേ ദീർഘകാലത്തെ ബന്ധങ്ങളുണ്ട്. 88-89 കാലം മുതൽ ഞാനിവിടെ പത്രപ്രവർത്തകനായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പ്രവർത്തിക്കുന്ന കാലത്ത് കോഴിക്കോട്ട് വന്ന് റിപ്പോർട്ടറായ കാലം മുതൽ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാം. ഞാൻ അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ലേഖകനായിരിക്കുമ്പോഴാണ് അദ്ദേഹം 87 മുതൽ ഇവിടെ മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് കാലം അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതാനും അദ്ദേഹം പ്രവർത്തിക്കാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്നെപ്പോലെയുള്ള ഒരു സാധാരണ പത്രപ്രവർത്തകനെ നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കാൻ, നമ്മുടെ സൊസൈറ്റിയെ അറിയാൻ വലിയ തോതിൽ സഹായിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ഇത് ചുരുങ്ങിയ സംഗതിയല്ല. കാരണം കേരളത്തിലെ ഒരു ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത് ഏതാണ്ട് 25-26% മുസ്ലിങ്ങളുള്ള ഒരു സൊസൈറ്റിയാണ് കേരളം. നമുക്കൊക്കെ അറിയാം, നമ്മുടെ മാധ്യമങ്ങൾ വായിച്ചു നോക്കുന്ന എല്ലാവർക്കും അറിയാം, മഹാഭൂരിപക്ഷം മാധ്യമങ്ങളിലും മുസ്ലിങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും വരുന്ന വാർത്തകൾ അത്ഭുതകരമായിട്ടുള്ള വാർത്തകളായിരിക്കും പലപ്പോഴും. ഏതോ ഒരു തരം ഭീകരന്മാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാം എന്ന തരത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ ഞാനും അത്തരത്തിലുള്ളൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടിരുന്ന ആളാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് വർക്ക് ചെയ്യുന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതും കണ്ടതുമായിട്ടുള്ള പത്രപ്രവർത്തന രീതി എന്ന് പറയുന്നത് പൊതുവിൽ ഇസ്ലാമിക സമൂഹത്തെ ഒരു സംശയത്തോടു കൂടി വീക്ഷിക്കുക, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് സംശയിക്കുക, ഏത് കാര്യത്തിലും ഒരു പാകിസ്ഥാൻ ചൊവ്വയുണ്ടെന്ന് കാണുക, ഇങ്ങനെയുള്ളൊരു രീതി പൊതുവിൽ ഉള്ള കാലത്താണ് ഞാനിവിടെ ഈ പത്രം വായിക്കാൻ തുടങ്ങിയത്. 87 മുതൽ ഇത് സ്ഥിരമായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. വേറെ ഒരു തരത്തിലുള്ള മറ്റ് പല എൻ്റെ നാടൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നിലപാടുകൾ എന്ന് ഇന്ത്യൻ മിനിസ്ട്രിയിലുള്ള ഒരു പത്രപ്രവർത്തകൻ നിലയ്ക്ക് ബോധ്യമാക്കി തന്നത്. എന്താണ് മുസ്ലിം സമുദായം ചിന്തിക്കുന്നത്, എന്താണ് നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളോട് എങ്ങനെയാണ് മുസ്ലിം സമുദായം പ്രതികരിക്കുന്നത്, ഏതു തരത്തിലുള്ള നിലപാടുകളാണ് അവർക്കുള്ളത്, ഈ കാര്യങ്ങൾ വളരെ കൃത്യമായ മട്ടിൽ, വളരെ ഒരു പ്രൊഫഷണലായ മട്ടിൽ വിശദീകരിക്കുന്നതിലും ആ നിലപാട് തറകളെ ഇന്ത്യൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിലും ഏറ്റവും വലിയ വിജയം വരിച്ച ഒരു പത്രവും പത്രാധിപരുമാണ് അദ്ദേഹം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സ്വന്തം നിലപാടുകളെ, സ്വന്തം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ, സ്വന്തം രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ വളരെ വളരെ പ്രൊഫഷണലായിട്ട് വസ്തുനിഷ്ഠമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് അദ്ദേഹത്തിന് മാത്രം ഗുണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ ഒരു ടീം എന്ന് പറയുന്നത്, അവരാണ് ആദ്യമായിട്ട് നമ്മുടെ മുഖ്യധാരയോട് ആ മുഖ്യധാരയുടെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ തന്നെ സംവദിക്കാനും അത്തരം ആശയങ്ങളെ ഒരു തുറന്ന ചർച്ചയുടെ രൂപത്തിൽ കൊണ്ടുപോകാനും അവർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുക. ഈ കമ്മ്യൂണിറ്റിയെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു, നമ്മുടെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നു, മറ്റ് കമ്മ്യൂണിറ്റികൾക്ക് പരിചയപ്പെടുത്താൻ പറ്റും, ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ അവർ വഹിച്ചിട്ടുള്ള പങ്ക് കഴിഞ്ഞ 25 വർഷക്കാലത്തെ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. മാത്രമല്ല, ഈ സമയത്തൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ടായിരുന്ന വളരെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ, ഇന്ത്യയിലെ വിവിധ സമൂഹങ്ങൾ തമ്മിൽ വളരെ സംഘർഷാത്മകമായിട്ടുള്ള ബന്ധങ്ങൾ, ഏറ്റുമുട്ടലുകൾ, രാജ്യത്തിൻ്റെ കലുഷിതമായ അന്തരീക്ഷം, ഇതൊക്കെയുള്ള സമയത്ത് സ്വന്തം സമൂഹത്തിൻ്റെ അവകാശങ്ങളെയും ആവശ്യങ്ങളെയും നിലപാടുകളെയും അവതരിപ്പിക്കുമ്പോൾ തന്നെ അതൊരു മറ്റൊരു സമൂഹത്തിന് വിഷമമുണ്ടാക്കുന്ന തരത്തിലല്ലാതെ, ഒരു സമുദായത്തോടോ ഏതെങ്കിലും ഒരു സമൂഹത്തിനോടോ ഏതെങ്കിലും ഒരു ഏറ്റുമുട്ടലിൻ്റെ സമീപനം ഒഴിവാക്കിക്കൊണ്ട്
ഒരു സംവാദാത്മകമായ അന്തരീക്ഷത്തിൽ അത് കൊണ്ടുപോകുന്നതിലും അവർ വിജയിച്ചിട്ടുണ്ട്. അത് അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ചിടത്തോളം, അബ്ദുറഹ്മാൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഴുത്തുകളിൽ ആ ഒരു ആർജവം, ആ ഒരു സത്യസന്ധത വളരെയേറെ നമ്മുടെ സൊസൈറ്റി ആദ്യം മുതലേ കണ്ടിട്ടുള്ളതാണത്. ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ നിലപാടുകൾ വിശദീകരിക്കുന്നതിൽ, ഈ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ അവർ കാണിച്ചിട്ടുള്ള ഈ ആർജവവും സത്യസന്ധതയും അനുഭവത്തിൻ്റെ അടിത്തറയുമാണ്. അതാണ് എനിക്ക് തോന്നുന്നത് അവർ നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. ഇതിൻ്റെ ഒരു മറുഭാഗം എന്താണ്? നമ്മുടെ കഴിഞ്ഞ കേരളീയ സമൂഹത്തിൽ നമ്മൾ വളരെ കാര്യമായിട്ട് പറയുന്ന ഒന്ന്, നമുക്കൊരു വലിയ മതേതര പാരമ്പര്യമുണ്ട്, മതസൗഹാർദ്ദത്തിൻ്റെ പാരമ്പര്യമുണ്ട്, വിവിധ സമുദായങ്ങൾ നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നതൊക്കെയാണ്. അങ്ങനെ ഒരു ദീർഘമായ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ദീർഘമായ പാരമ്പര്യം ഉള്ളതാണ്. കേരളത്തിൽ വ്യത്യസ്ത സമൂഹങ്ങളുണ്ട്. മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കൾ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളെ എല്ലാവരെയും ഒന്നിച്ചിപ്പ് നിർത്തുന്ന സമയത്ത് മറ്റൊരു പ്രദേശത്തു നിന്ന് വ്യത്യസ്തമായിട്ട്, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ മറ്റ് പല പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സമുദായങ്ങളെ ഒന്നിച്ചു നിർത്തുന്നതിലും അവരുടെ പരസ്പര ബന്ധങ്ങളെ ഒരു എന്താ പറയുക, സ്വച്ഛന്തമായിട്ടുള്ള ഒരു മട്ടിൽ കൊണ്ടുവരുന്നതിലൊക്കെ വലിയ പങ്ക് വഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമുദായ സൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ആ അർത്ഥത്തിൽ ശരിയായ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ദീർഘകാലമായിട്ട് ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ ആദ്യമായിട്ട് എത്ര പത്രങ്ങൾ തുടങ്ങിയിരുന്നു, എത്ര സ്ഥാപനങ്ങൾ, മറ്റ് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ, മറ്റ് സമുദായങ്ങളിലെ ആളുകളെ, പിന്നോക്കക്കാരായിട്ടുള്ള ദളിതരായിട്ടുള്ള ആളുകളെ, ഇവരെയൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് അവരെയൊക്കെ ഒരു സാമൂഹിക മുന്നേറ്റത്തിൻ്റെ, സാമൂഹികമായ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതിന് ആദ്യം വിജയിച്ചത് അവരാണ്. എത്ര ആളുകളാണ് ഇന്നിപ്പോൾ കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് ഇന്ന് അറിയപ്പെടുന്ന എത്ര ആളുകളാണ് പത്രം വഴി പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അവർ നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമായി, അവർ ഈ അനുഭവത്തിലൂടെയാണ് ഈ കാര്യങ്ങളെ, തീർച്ചയായും ക്രിട്ടിസിസം എന്നല്ല, പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഈ സമൂഹങ്ങൾ തമ്മിലുള്ള പരസ്പരമായുള്ള യോജിപ്പിൻ്റെയും രഞ്ജിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയുമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അത് വിജയിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാൻ, ഒരു ഇൻക്ലൂസീവായിട്ടുള്ള സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാൻ. നമ്മൾ ഇൻക്ലൂസീവിനെ കുറിച്ച് പറയുകയുള്ളൂ, എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും ആത്മീയത്തെക്കുറിച്ചും. പക്ഷേ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കുറേ വിട്ടുവീഴ്ച ചെയ്യണം, കുറേ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഇൻക്ലൂസീവ്നെസ് ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ വിവിധ സമൂഹത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ധാരകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളെ ഒന്നിച്ചു കൊണ്ടുവരാം, അവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനും അവർക്ക് വളരാനും അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാകും. എത്ര ആളുകൾ, എത്ര എഴുത്തുകാർ, എത്ര പത്രപ്രവർത്തകർ, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സമ്പത്ത്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശക്തി, അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിന് നേട്ടം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് അതുകൂടി ഇപ്പോൾ പറയേണ്ടതായിട്ട് വരും. എന്നെപ്പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലമുള്ള ആൾ. എൻ്റെ വീട്ടിൽ നിന്നൊരു പുസ്തകം പോലും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ പഠിക്കാൻ പോയ കാലത്ത് എൻ്റെ വീട്ടിലൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗുണഘോഷം പോലുള്ള പുസ്തകങ്ങൾ വെച്ച് വേറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നോ രണ്ടോ പഴയ പാട്ട് പുസ്തകങ്ങളും. പക്ഷേ അത് ഞങ്ങളുടെ നാട്ടിൽ ഉള്ള ഒരു വായനശാല, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു വായനശാലയിലാണ് ഈ പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഞങ്ങളൊക്കെ വായിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും മാധ്യമപ്രവർത്തകനൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം അവരുടെ പത്രവും അവരുടെ പ്രസിദ്ധീകരണങ്ങളുമാണ്. അപ്പോൾ മറ്റ് സമൂഹങ്ങളെ, മറ്റു സമുദായങ്ങളെ പോലും ഈ ഇസ്ലാമികമായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ശരി, ലൈബ്രറികളായാലും ശരി, അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ മറ്റൊരുപാട് സമൂഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു നന്ദി കൂടി അറിയിക്കാൻ മാത്രമാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് തങ്ങളുടേതായിട്ടുള്ള ഇടം കണ്ടെത്തുന്നതിൽ, തങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ സഹായിക്കുന്നതിൽ വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയുള്ള കാലത്ത് ദീർഘകാലം അദ്ദേഹം 70 വയസ്സിലെത്തിയിരിക്കുന്നു. ദീർഘകാലം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും ഈ സമൂഹത്തിനെ സേവിക്കാനും അവസരമൊരുങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.